ഹലോ ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ആഴ്ചകളിലും എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8:30 മണിക്ക് ഡോക്ടർ യൂനുസ് സാറിന്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ചർച്ചകളും നമ്മൾ ഗ്രൂപ്പിൽ നിർവഹിക്കാറുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ നവീകരിക്കുക, നമ്മളെ പുതുക്കി പണിയുക എന്ന ആശയത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് നമ്മൾ ഒത്തിരി വെബിനാറുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തി. അത് നമ്മൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആദ്യം നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നിടത്തു നിന്നും നമ്മളെ നവീകരിക്കുക, നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ആവിഷ്കരിക്കപ്പെടുക എന്നുള്ളിടത്ത് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റണം. ആ രീതിയിലുള്ള സെഷനുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുകയും അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് ദ ബ്യൂട്ടി ഓഫ് പേഷ്യൻസ് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ അടുത്ത ദിവസം, അതായത് 14-ാം തീയതി മുതൽ മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ഇമോഷൻ എന്ന ഒരു കോഴ്സ് നമ്മൾ 3 days ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഡോക്ടർ യൂനുസ് സാറിന്റെ. അതിന്റെ അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ്. നമ്മളുടെ മനസ്സിനെ നമ്മൾ തിരിച്ചറിയാനും അതിലൂടെ നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനും അതിലൂടെ നമ്മുടെ സാമൂഹികവും തൊഴിൽപരവും അതേപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള മേഖലകളെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സെഷൻ എന്ന നിലക്കാണ് നമ്മൾ ആ ഒരു കോഴ്സിനെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ താല്പര്യപ്പെടുന്ന, ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഏകദേശം കുറെ ആളുകളൊക്കെ അതിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് റിമൈൻഡ് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ ദ ബ്യൂട്ടി ഓഫ് പേഷ്യൻസ് എന്നുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു സെഷൻ ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനുസ് സാർ എല്ലാവർക്കും സുപരിചിതനാണ്. ഇനി ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ യൂനുസ് സാറിനെ പരിചയപ്പെടുത്താണ്. സാറ് എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മിറ്ററ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടറാണ്, അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, ഫാമിലി ഗൈഡൻസ് കൗൺസിലർ ആണ്. വ്യത്യസ്തമായിട്ടുള്ള കൗൺസിലിംഗ് സെഷനുകളും ട്രെയിനിങ് സെഷനുകളും സെൽഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളുമൊക്കെ സാറ് നടത്തി വരുന്നു. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതേപോലെ തന്നെ പാരന്റിങ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും സാറ് നേതൃത്വം വഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ യൂനുസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കാം സർ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ ഓരോ വിഷയങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇന്ന് സാധാരണഗതിയിലുള്ള ഒരു വിഷയത്തിൽ നിന്ന് ഒരു മെന്റർ ആയിരിക്കെ, ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കെ, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കെ, പല ആളുകളും പല ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷമ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ക്ഷമിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മൾ സഹിക്കുക എന്നുള്ളതാണ് ചൂസ് ചെയ്യാറുള്ളത്. അത് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാറില്ല. കാരണം ക്ഷമ സഹനമാണ് എന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടു നടക്കാറുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ
പുറത്തോട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാണ്ട് എക്സ്പ്രസ് ചെയ്യാതെ പിടിച്ചു വെക്കുന്നതാണ് ക്ഷമ എന്നുള്ളത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ ഒരു ദേഷ്യം വന്നു, ആ ദേഷ്യത്തെ എക്സ്പ്രസ് ചെയ്യാണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷമയാണ്. സങ്കടം വന്നു, ആ സങ്കടം വന്നിട്ട് നമ്മൾ അതിനെ കരയാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ സങ്കടത്തെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത് ക്ഷമയാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്ഷമകളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിൽ പലപ്പോഴും ഒരു സഫറിങ് ആണ് അത് വരിക. കാരണം നമ്മളൊരു കാര്യം ദേഷ്യമാണെങ്കിൽ, ഒരു ഇമോഷൻ നമ്മൾ എടുക്കുകയാണ്, ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യത്തിനെ മറികടക്കാനോ ആ ദേഷ്യം വന്നതിന്റെ കാരണം നോക്കി അതിനെ കൃത്യമായി മനസ്സിലാക്കി അത് എന്നെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ദേഷ്യം പിടിച്ചു വെക്കുന്നത്. നമ്മൾ ദേഷ്യം പിടിച്ചു വെക്കുന്നത് ആ ദേഷ്യം അതാണ് ക്ഷമ എന്ന് ധരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു സഹനമാണ്. നമ്മളിങ്ങനെ പിടിച്ച് എത്രത്തോളം ഇമോഷൻസിനെ, എത്രത്തോളം നെഗറ്റീവായ എനർജിയെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ച് ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ക്ഷമ എന്ന് പറയുന്ന യഥാർത്ഥം എന്താണ്? ഒരു മെന്റർ ആയിരിക്കുമ്പോഴൊക്കെ നമുക്കൊരു സൈക്കോളജിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ വരുന്ന ഒരാള് അയാളുടെ സ്റ്റോറി പറയുമ്പോൾ ആ സ്റ്റോറി നമുക്ക് ഇരുന്ന് മൈൻഡ്ഫുൾ ആയിട്ടിരുന്ന് കേൾക്കണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. ക്ഷമയില്ലാത്ത ആളുകൾ എന്താ ചെയ്യാം? ആ സ്റ്റോറി ഒരു പരിധി വരെയൊക്കെ അവരെ അറ്റവും മുറിവൊക്കെ കേട്ട് ഏകദേശം അതിൽ നിന്ന് തന്നെ കുറെ കൺക്ലൂഷൻസ് ഒക്കെ വരുത്തുന്ന പോലെ ആളുകളെ നമുക്ക് കാണാം. സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, ഏത് റോളിലൂടെയും ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ, മനുഷ്യനാണെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും രസം വെപ്രാളം പിടിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് എന്ത് വിഷയത്തിലെയും നമ്മൾ എന്ത് ചെയ്യുക, സമാധാനത്തിൽ ചെയ്യാൻ പറ്റാണ്ടാവുക. ക്ഷമയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊരു വിഷയത്തെയും നമുക്കറിയാം, നമ്മുടെ എന്തും ചെയ്തു തീർക്കുന്നതിലാണ് നമുക്ക് സന്തോഷം. എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക. ഇപ്പോ നമ്മുടെ എന്താ പറയാ, റിലീജിയസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അമ്പലത്തിൽ പോകുന്നത് ഒരു ആചാരമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഇന്ന് പോണല്ലോ ഇപ്പൊ അത്, അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വരിക. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സമയത്തുള്ളത് ചെയ്ത് തീർത്തിയില്ലെങ്കിൽ പിന്നെ അതൊരു മടിയാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ട് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരു സ്വഭാവം. നിസ്കരിക്കുന്നതുണ്ടെങ്കിൽ പെട്ടെന്ന് നിസ്കാരം തീർക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതുണ്ടെങ്കിൽ അത് ആ ഒരു പണി വേഗം തീർക്കുക, എന്നാൽ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോവാം. അപ്പൊ എത്രയും പെട്ടെന്ന് കാര്യത്തെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഏതൊരു വിഷയത്തെയും ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് വെപ്രാളം പിടിക്കുക, അല്ലെ, എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം ഗസ്റ്റിനെ നേരത്തെ നമ്മൾ വിളിച്ചു, ഭക്ഷണം ഒക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോ അവര് കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാല് ആ അടുക്കളയിൽ നമ്മൾ ആ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണോ ഭയങ്കര വെപ്രാളം പിടിച്ചിട്ടായിരിക്കും പിന്നെ ചെയ്യുന്നതൊക്കെ. അത് അങ്ങോട്ട് വേഗം തീർത്ത്, അത് അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് ഇവിടെ വെച്ച്, ചിലപ്പോൾ അവിടെ വീണിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ പാത്രം തെറ്റിയിട്ടുണ്ടാവും, ഉപ്പ് മാറിയിട്ടുണ്ടാവും, മുളക് മാറിയിട്ടുണ്ടാവും. അവിടെ പല വെപ്രാളം പിടിച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ആ ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ചെയ്ത് പെട്ടെന്ന് വെപ്രാളം പിടിച്ച് ചെയ്യുക. ശരിക്കും അതിന് പകരം നമുക്ക് വേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ആ ചെയ്ത് തീർക്കുന്നതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് ചെയ്യുന്നതിലാണ് സന്തോഷം വേണ്ടത്. അപ്പൊ ചെയ്ത് തീർക്കുന്നതിലല്ല നമുക്ക് സന്തോഷം വേണ്ടത്, ചെയ്യുന്നതിലാണ്. ചെയ്ത് തീർക്കുക എന്നുള്ളത് വെപ്രാളം പിടിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് അത് ക്ഷമയുടെ ഒരു രൂപമാണ്. അത് ഏത് വിഷയമായിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ നമുക്ക് സമയത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആ സമയത്തിന് നമ്മളെ ക്ഷമയുടെ ഒരു ബന്ധമുണ്ട്. കാരണം ഈ പറയുന്നപ്പോ നമ്മൾ ഈ ഒരു നിമിഷത്തില് നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു നിമിഷം, ഇപ്പൊ ഈ ക്ലാസ്സിന് നമ്മൾ കയറിയിട്ടുള്ള ഓരോ ആളുകളും പല ഉദ്ദേശങ്ങളിലായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ സെർച്ച് ചെയ്താണ് എന്താണ് ഇപ്പൊ പോയിന്റ്, എന്താ പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത പോയിന്റ് എന്താണ്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ, പെട്ടെന്ന് അടുത്തത് ഇങ്ങനെ കേൾക്കണം, അല്ലെങ്കിൽ ആ പറയുന്ന വിഷയം എന്താണ് എന്ന് കൃത്യമായി കേട്ട് അനലൈസ് ചെയ്ത് അതെന്തിനായിരിക്കും ഇപ്പൊ ഈ വിഷയം ഇവിടെ പറയുന്നത്, ഇതിപ്പോ എന്താണ് കേൾക്കുന്നത്, ഇതിപ്പോ എങ്ങനെയാണ് എന്റെ ലൈഫിൽ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഇതെങ്ങനെയാണ് ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അങ്ങനെ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ
ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഓരോ ആളുകളും പോയിന്റ് ടു പോയിന്റ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ചെറിയ തരത്തിലൊരു വെപ്രാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 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 വ്യഗ്രതയാണ്. അത് ഫാസ്റ്റ് ആയിട്ട് തീർക്കണം. അതിപ്പോ ഒരു അരമണിക്കൂറിന്റെ ക്ലാസ് ആണ്, 3/4 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. അത് വേഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പണിക്ക് പോകാം. അപ്പോ ഇതൊരു നിർബന്ധിതമായിട്ടുള്ള ചെയ്യുന്ന പല സിറ്റുവേഷൻസും, നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ നിർബന്ധപ്പെട്ട് ചെയ്യുന്നതിന് തുല്യമാണ് പലപ്പോഴും ക്ഷമയില്ലെങ്കിൽ നടക്കുന്നത്. കാരണം ക്ഷമ എന്ന് പറയുന്നിടത്ത് പേഷ്യൻസ് എന്ന് പറയുന്നത് കാംനെസ് ആണ്, സൈലൻസ് ആണ്, അല്ലെ? ഒരു കാംനെസ് ആണ്. നമ്മൾ സമാധാനത്തിൽ ഇരിക്കുന്നത്, സന്തോഷത്തോടെ ഇരിക്കുന്നത്, അവിടെ ഒരു എന്താ പറയാ, കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ഓറ സെറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ക്ഷമയുടെ ഒരു ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന സമയത്തെ കൊന്നു തീർക്കുന്നത് തുല്യമാണ് പലപ്പോഴും നമ്മൾ ആ വിഷയത്തിൽ ഇങ്ങനെ സ്പീഡായിട്ട് ചെയ്യുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം നേട്ടങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ, റിസൾട്ടിലേക്കാണ് നമ്മൾ ശ്രദ്ധ, അല്ലെ? നമ്മളെപ്പോഴും ഒരു സ്റ്റോറി പലപ്പോഴും പറയാറുണ്ട്. ഒരു റോക്ക് ക്ലൈംബർ അല്ലെങ്കിൽ ഒരു മല കയറുന്ന, എവറസ്റ്റ് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ എവറസ്റ്റ് കയറി അതിന്റെ മേലെ എത്തുന്ന ഒരു അവസ്ഥയെ ഇയാൾ ഭയങ്കരമായ മൈൻഡ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് സമാധാനത്തിലല്ലാതെ അത് ഭയങ്കര വെപ്രാളം പിടിച്ച്, കാരണം അവിടെ എത്തണം, എത്രയും പെട്ടെന്ന് മേലെ എത്തണം. അപ്പൊ ഭയങ്കര വെപ്രാളം പിടിച്ച് അയാൾ ഓരോ നിമിഷവും മനസ്സിലാക്കാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തായാലും അതിന് മേലെ അയാൾ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പകുതി വെച്ചിട്ട് തന്നെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഹൈക്കിംഗ് ചെയ്യുന്ന സമയത്തോ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് സ്പോർട്ട് ചെയ്യുന്ന സമയത്തോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അത് ഭയങ്കര സന്തോഷത്തിൽ ചെയ്യണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോ ലിവിങ് ഇൻ ദ മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസന്റിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ നേട്ടങ്ങളെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ക്ഷമ ഇല്ലാണ്ടായി പോകും. കാരണം ക്ഷമ ഇല്ലാണ്ടായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ റിസൾട്ടുകൾ, ആ റിസൾട്ട് എന്തായിരിക്കും കിട്ടുക? ഇപ്പൊ ഞാൻ ഇന്നൊരു കാര്യം തുടങ്ങി, ഞാൻ ഇന്ന് ഡയറ്റ് ഒക്കെ ചെയ്ത് വെയിറ്റ് ഇങ്ങനെ കുറക്കാൻ തുടങ്ങാം. അപ്പൊ ഇന്ന് വെയിറ്റ് ഒക്കെ കുറക്കാൻ തുടങ്ങി, നാളെ ഞാൻ ഇങ്ങനെ വെറുതെ വെയിറ്റ് നോക്കാം. ഇന്ന് ഞാൻ കുറച്ച് നേരം ഭക്ഷണങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത്, നാളെ ഞാൻ കുറച്ച് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത്, എന്നിട്ട് മറ്റന്നാളെ ഞാൻ വീണ്ടും ഞാൻ ഇങ്ങനെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്റെ ഉള്ളിലൊരു ഒരു വെപ്രാളം വന്നുകൊണ്ടിരിക്കും, എന്താ കുറയാത്തത്, എന്താ ശരി? കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്നത് നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾക്ക് പകരം ആ നേട്ടങ്ങളിലൂടെ മാത്രം നമ്മൾ വെപ്രാളപ്പെട്ടു പോകുന്ന സമയത്ത് ജീവിക്കാൻ മറന്നുപോയി എന്ന് പലപ്പോഴും പറയാറുണ്ട് ആൾക്കാർ, അല്ലെ? കാരണം നമ്മളിപ്പോ അതിപ്പോ എല്ലാം കിട്ടി, പക്ഷെ ലൈഫിൽ ഒരു സക്സസ് ആയ ഒരു ഫീല് വരുന്നില്ല. കാരണം ആ റിസൾട്ടിലോട്ട് നമ്മൾ ഓടിയത് ഭയങ്കരമായ ഒരു ഓട്ടമാണ്, ഭയങ്കരമായ ഓട്ടമാണ്. കാരണം നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയും നമ്മൾ ആ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾക്ക് സമയമില്ല. എന്തിനും നമുക്ക് സമയമില്ല, ഭയങ്കര തിരക്കാ. അപ്പൊ ചിലപ്പോ ചില ആളുകളൊക്കെ പറയണ്ടേ, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്ന നിമിഷങ്ങളാണ്. കാരണം നമ്മൾ ജീവിക്കാൻ മറന്നു പോകാനുള്ള കാരണം എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മുടെ വെപ്രാളമാണ്. ആ റിസൾട്ടുകൾ, നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ജീവിക്കുന്നത്, അതായത് മൊമെന്റ്, നമ്മൾ എന്താണ് ഇപ്പൊ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് എന്തൊക്കെയാണ്, അവിടെ നമുക്ക് ഇനി എന്തൊക്കെ സംശയങ്ങളാണ് വരുന്നത്, അതെന്തൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രം ഇരുന്ന് ഇതെല്ലാം ഓരോ ലൈൻ ടു ലൈൻ നമ്മൾ ഇങ്ങനെ കേട്ട് അതിനെങ്ങനെ പ്രോസസ് ചെയ്ത് അതിൽ നമുക്ക് ലൈഫിൽ എന്തൊക്കെയാണ് നമ്മളെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കതിനെ ഡീകോഡൊക്കെ ചെയ്ത് മനസ്സിലാക്കേണ്ട നിമിഷത്തില് ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം പെട്ടെന്ന് പോയിട്ട് കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പെട്ടെന്ന് പോയിട്ട് ആ പണി എടുക്കാന്, ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് മറ്റേ ഇത് ചെയ്യാന്. കാരണം ഇവിടെ ഈ ഇരിക്കുക എന്ന് പറയുന്നത് പോലും നമ്മൾ എന്തിന്റെയൊക്കെയോ ഭാഗമായിട്ട് നമ്മുടെ ആഗ്രഹത്തിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ആ ഒരു എയിം വെച്ചിട്ട് ആ എയിമിലേക്ക് എന്തൊക്കെയോ ഒരു ദിശയില്ലാത്ത ഒരു ഓട്ടം ഓടുന്നതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ. ജീവിതത്തിൽ നമ്മൾ പല പ്രോസസ്സുകളും ചെയ്യുന്ന അങ്ങനെയാണ്. കാരണം ഈ ഒരു ലൈഫിന്റെ ഒരു മൊമെന്റിനെ നമുക്ക് പ്രസന്റിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ നമുക്കറിയാം പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസിലേക്ക് നമുക്ക് എന്താണെന്നോ അല്ലെങ്കിൽ പാസ്റ്റ് നമ്മൾ എന്താ പറയാ
ഒരു ക്ഷമ ഇല്ലാണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ഷമ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ പാസ്റ്റിലോട്ട് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാറില്ല, അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പാസ്റ്റിലോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്തു വന്നിട്ടുണ്ട്. ഞാൻ പറയാണ്, ഇപ്പൊ ഒരു 5 വർഷമായിട്ട് നമ്മളൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 5 വർഷമായപ്പോ നമ്മൾ എന്ത് ചെയ്തു? വീട് വെച്ചു. ഈ വീട് വെച്ച ഒരാളുടെ ആ ഉള്ളില് ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രമാണ് ഇയാൾക്ക് കിട്ടുന്നത്. പക്ഷെ ആ കഷ്ടപ്പാടുകളിലൂടെ ഈ ഒരു മാധുര്യം അയാൾക്ക് അറിയാൻ പറ്റുമെങ്കിലും കൂടുതൽ കാലം ആ ഒരു മധുരം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആസ്വദിച്ച് ജീവിക്കാൻ കഴിയില്ല. കാരണം അവിടെ ആ വെപ്രാളം പ്രോഗ്രാം ആയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ വെപ്രാളം കൊണ്ട് അയാൾക്ക് ആ വീട് കിട്ടി. ആ വീട്ടില് ആ വീട്ടിൽ കിട്ടിയ അന്ന് എൻ്റർ ചെയ്ത അന്നുള്ള ഹാപ്പിനെസ് എല്ലാ കാലത്തും അതുപോലെ കൊണ്ടുപോകാൻ നമുക്ക് ആർക്കും പറ്റാറില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു ഫോൺ ആയിക്കോട്ടെ, ഏറ്റവും ചെറിയൊരു ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, അതിനൊരു കുറച്ച് പൈസ ഒക്കെ മുടക്കി നമ്മൾ സേവ് ചെയ്ത് പല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അത് വാങ്ങുന്ന സമയത്തുള്ള സന്തോഷം നമുക്ക് എല്ലാ കാലത്തും അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റാറില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അത് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. എന്തെങ്കിലും കാണിച്ചിട്ട് അത് വാങ്ങുക. അപ്പൊ വാങ്ങുന്നത് വരെയുള്ള നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ എക്സ്പീരിയൻസസ് ഒന്നും നമ്മൾ ഒരു ഭയങ്കര ലൈഫിൽ ജീവനുള്ള അനുഭവങ്ങളായിട്ടല്ല നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് ആ ഫോൺ മേടിക്കുക, എങ്ങനെയെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ വീടൊന്ന് വെക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് കിട്ടുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ പാസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് കുറെ എല്ലാം നേടി, പക്ഷെ ലൈഫ് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ പല ആളുകളും പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ക്ഷമ എന്ന് പറയുന്നത് ഓരോ സെഗ്മെന്റിലും, ജീവിതത്തിന്റെ ഓരോ സെഗ്മെന്റിലും ക്ഷമ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്ഷമ എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ക്ഷമക്ക് എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരുപാട് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് തിങ്കിങ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ഈ ഒരു ക്ഷമയെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ റെക്കോർഡ് എന്താണ് സയന്റിഫിക് ആയ റിസർച്ചസ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരിലേക്കും നമുക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ക്ഷമ, നമ്മൾ മനസ്സിലാക്കിയ ക്ഷമ എന്താണ്? ഇപ്പൊ നമ്മൾ കുറെ വെപ്രാളത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ ക്ഷമ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കിയ നല്ലൊരു ശതമാനം ക്ഷമ സഹനമായിട്ടാണ് മാറാറുള്ളത്. ചില കാര്യങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്നത്, ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചും പറയണ്ട എന്ന് വെക്കുന്നത്, പല ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്, ഇതൊന്നും ക്ഷമയല്ല. അതൊന്നല്ല ക്ഷമ. ക്ഷമ എന്ന് പറയുന്നിടത്ത് ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലായിട്ട് അത് എന്തിനാണ് ഞാൻ പറയാൻ, ഒരു ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഒരാൾക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു, അയാൾ വീണ്ടും അത് ചെയ്യുമ്പോൾ എന്റെ ഉള്ളില് ക്ഷമയാണെങ്കിൽ ആ ആളടുത്ത് എനിക്ക് സമാധാനത്തിൽ വീണ്ടും പറഞ്ഞു കൊടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും ഇതുകൊണ്ട് എന്താണ് കേടുള്ളതും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം, മാനസികാവസ്ഥ എനിക്കുണ്ടാവും. നേരെ മറിച്ച് ദേഷ്യമാണ് വരുന്നതെങ്കിൽ ആ ദേഷ്യത്തിലൂടെ ഞാൻ അതെന്താ ചെയ്യുന്നത്? ആ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സങ്കടമാവും എന്നുള്ളതും, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ എന്നെ എട്ടേച്ച് പോകും എന്നുള്ളതുകൊണ്ടും ഞാൻ മിണ്ടാതിരിക്കാൻ. ഭാര്യ ഭർത്താക്കന്മാരിൽ ചില ആളുകളൊക്കെ പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും, പക്ഷെ കുട്ടികൾ ആലോചിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കാണ്. അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ടോ നമ്മൾ സഹിക്കുകയാണ്, ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോ ക്ഷമയും അതായത് പേഷ്യൻസ് ആൻഡ് സഫറിങ്, ഇത് രണ്ടും ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ക്ഷമിക്കുക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് അൺകണ്ടീഷൻ ആയി നമ്മൾ ലവ് എന്ന് പറയുന്നതിന് തുല്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. കാരണം ക്ഷമ എന്ന് പറയുന്നതിന് റീസൺ ഇല്ല. ക്ഷമ എന്ന് പറയുന്നതിന് റീസൺ ഇല്ല, കണ്ടീഷൻസ് ഇല്ല. ക്ഷമിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഫയർ ബോൾ നമ്മൾ കയ്യിൽ പിടിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ദേഷ്യപ്പെടുക എന്ന് പറയാറുണ്ട്. കാരണം ഫയർ ബോൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു തീയിൽ പഴുത്തെടുത്ത ഒരു ബോള്, ഒരു ലോഹത്തിന്റെ ഒരു ബോള് അല്ലെങ്കിൽ ഒരു കനലിന്റെ കഷ്ണം എടുത്ത് നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നത് കാര്യമാണ്. അപ്പോ ആ ഒരു ഫയർ ആണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദേഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ദേഷ്യത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്? അടക്കി പിടിച്ചിരിക്കുക. കാരണം അടക്കി പിടിക്കുന്നിടത്തോളം എത്ര നേരം അത് ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ അതിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കുക. അത് നമ്മളിങ്ങനെ കരിയിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നത്, നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ ആ ഒരു ബോധ്യത്തിലൂടെ എനിക്ക് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ക്ഷമ ഉണ്ടാകുന്നത്. അപ്പൊ ദേഷ്യം എന്നുള്ളത് വിഷയത്തിലോട്ട് മാത്രമല്ല നമ്മൾ ക്ഷമ കൊണ്ടുവരുന്നത്. എല്ലാ ഇമോഷൻസും, ഏതൊരു വിഷയങ്ങളായിക്കോട്ടെ, ഏതൊരു കാര്യങ്ങളായിക്കോട്ടെ, എന്തും ഞാൻ ചെയ്യുന്നത് കൃത്യമായ സമയങ്ങൾ പാലിച്ചുകൊണ്ട്, കൃത്യമായ സമയങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട്, ആ അനുഭവങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും നമ്മൾ ക്ഷമിച്ചുകൊണ്ട് തന്നെയാണ്, ക്ഷമയോട് തന്നെയാണ് നീങ്ങുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്തോ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടേണ്ടി വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ പല സ്ട്രഗിളുകളും അനുഭവിക്കേണ്ടി വരും. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, എനിക്കൊരു ലൈഫിൽ ഇന്നൊരു സംഭവമായി തീരാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു IAS ആവാൻ ആഗ്രഹമുണ്ട്. ആ IAS ആവാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എക്സാം എഴുതാനും പഠിക്കാനും സമയം കണ്ടെത്തുന്നത് ക്ഷമയോടെ ആയിരിക്കും. കാരണം അയാളുടെ ആഗ്രഹം IAS കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആ നേട്ടത്തിലേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓരോ ദിവസവും സ്ട്രെസ് ഉള്ളതായിരിക്കും. അതായത് IAS എന്ന് പറയുന്ന പദവി കിട്ടുക, അത് കിട്ടുക എന്ന് മാത്രമാണ് അയാളുടെ ലക്ഷ്യമെങ്കിൽ ആ ജേണി, കാരണം കുറച്ച് കാലത്തെ ജേണി ഉണ്ട് അതിന്. പെട്ടെന്ന് നമുക്ക് നാളെ ഞാൻ പോയിട്ട് IAS എക്സാം എഴുതുന്നു, മറ്റന്നാൾ എനിക്ക് റിസൾട്ട് വരുന്നു, ഇങ്ങനെയല്ല അതിന്റെ പ്രോസസ്സ് പോകുന്നത്. അതിനൊരു ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിലൂടെ പോകുമ്പോഴൊക്കെ ഓരോ നിമിഷവും എനിക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കി എന്നെ തന്നെ അനലൈസ് ചെയ്ത് ഓരോ ദിവസവും എനിക്ക് മാറ്റി മുന്നേറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ IAS എന്നുള്ള പദവി എനിക്ക് നേട്ടം കിട്ടുന്നതിൽ ഞാൻ സന്തോഷിക്കുള്ളൂ. അല്ലാണ്ട് എനിക്കത് കയ്യിൽ കിട്ടിയാലും പ്രത്യേകിച്ച് അതിന്റെ ആ കിട്ടുന്നത് വരെയുള്ള രസമേ ഉള്ളൂ. പുതിയൊരു ഫോണൊക്കെ മേടിക്കുന്ന പോലെ നമ്മൾ കയ്യിൽ കിട്ടുന്ന രസമേ ഉള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് അതൊരു സ്വാഭാവികമായ ഒരു കാര്യമായി മാറുകയും പ്രത്യേകിച്ച് നമ്മൾ അതിൽ കൊടുക്കുന്ന കെയറും കാര്യങ്ങളൊക്കെ മാറും. നേരെ മറിച്ച് അത് വാങ്ങിക്കാൻ നമ്മൾ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തുന്ന, ആ നേട്ടത്തിലോട്ട് നമ്മൾ എത്തുന്ന ഓരോ ദിവസവും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ലൈഫിൽ ഒരു സക്സസ് കിട്ടിയാലും, ഈവൻ ആ ദിവസങ്ങൾ ആ സക്സസിലോട്ട് എത്തുക എന്ന് മാത്രമല്ല, ഓരോ ദിവസവും നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് ഓരോന്നും നമ്മുടെ സക്സസ് ആയി മാറും. അപ്പൊ അങ്ങനെയാണ് ഒരു മനുഷ്യൻ സക്സസിലോട്ട് എത്തുന്നത്. കാരണം ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഒരു മനുഷ്യന് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് വിജയത്തിലോട്ട് എത്താൻ പറ്റുന്നത്. ആ വിജയത്തിലോട്ട് എത്തുക എന്ന് മാത്രമല്ല നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ആ വിജയത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. വിജയത്തിലോട്ട് എത്തിച്ച കാര്യമില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നേറിയിട്ട് കാര്യമില്ല. ആ വിജയത്തിലോട്ട് എത്തുന്നതിലൂടെ ആ വിജയത്തെ ആസ്വദിക്കാൻ മനസ്സ് നിറഞ്ഞ് ഭയങ്കര ഹൃദയപൂർവ്വം നമുക്കത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ അതിലേക്ക് വെച്ച ഓരോ ചുവടുകൾക്കും നമുക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം, കൃത്യമായ അറിവുകൾ ഉണ്ടായിരിക്കണം, കൃത്യമായ അനലൈസിസ് ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവും, നല്ല രീതിയിൽ ബോധ്യം ഉണ്ടാവുകയും ആ ഓരോ നിമിഷവും നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോകുമ്പോൾ ആ കിട്ടുന്ന ഒരു അനുഭവം നമ്മുടെ ഓരോ ദിവസത്തെ ഗ്രോത്ത് ആയി മാറുകയും ചെയ്യും. അപ്പോ ഈ ഗ്രോത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ഒരു ക്ഷമ എന്ന് പറയുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലാതെ നമ്മൾ ഈ കാംനെസ്, സൈലൻസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ കാണാറുള്ളത് ദേഷ്യമാണ്, ആങ്കർ. അപ്പൊ ആങ്കർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പല ദേഷ്യത്തെ പറ്റി നമ്മൾ പല രീതിയിലാണ് സംസാരിക്കാറുള്ളത്. ദേഷ്യം എന്താണ്, ദേഷ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിത്തീരുന്നു, ആ ദേഷ്യം കൊണ്ട് അയാളുടെ ലൈഫിൽ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്, ആ ദേഷ്യം കാരണം അയാളുടെ ലൈഫിൽ എന്തൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്, ഇതിനെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾക്കൊക്കെ ഒരു അറിവുണ്ട് അല്ലെ. ദേഷ്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫയർ ബോൾ നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിന് തുല്യമാണ്. ഫയർ ബോൾ കാരണം നമ്മൾ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷെ നമുക്കറിയാം ഈ ഫയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ചതുർദോഷ സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ പഞ്ചഭൂതത്തിലൊക്കെ നമുക്ക് ആയുർവേദത്തിലും യുനാനി കോൺസെപ്റ്റിലും ഒക്കെ പറയുന്നുണ്ട് 4 എലമെന്റുകൾ. ഈ 4 എലമെന്റുകളാണ് ശരിക്ക് ഭൂമി, മനുഷ്യൻ, ഈ ലോകത്തുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാണ് വായു, ഒന്ന് ജലം, ഒന്ന് മണ്ണ് അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത്, നാലാമത്തെ ഒന്നാണ് തീ അല്ലെങ്കിൽ ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫയറിന്റെ എലമെന്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഫയറിനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഫയർ എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചമാക്കാനും പറ്റും, ഫയർ എന്ന് പറയുന്നത് ഒന്നിനെ ഇല്ലാണ്ടാക്കാനും പറ്റും. അപ്പൊ നമ്മുടെ ഇമോഷൻസിനെ ദേഷ്യം നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ദേഷ്യത്തെ നമ്മളല്ല ചൂസ് ചെയ്യുന്നത്, ദേഷ്യം നമ്മളെയാണ് ചൂസ് ചെയ്യുന്നത്.
ദേഷ്യത്തെ നമ്മളല്ല ചൂസ് ചെയ്യുന്നത്, ദേഷ്യം നമ്മളെയാണ് ചൂസ് ചെയ്യുന്നത്. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമാധാനത്തിൽ നമ്മൾ നോക്കുന്നത് സമാധാനത്തിന് വേണ്ടി നമ്മൾ തേടണം അല്ലെ. സമാധാനത്തെ നമ്മൾ ചൂസ് ചെയ്യണം. സമാധാനം നമ്മളിലേക്ക് വരുന്നില്ല, നമ്മൾ സമാധാനത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. കാരണം സമാധാനം നമ്മുടെ ഉള്ളിലുള്ളത്. ദേഷ്യം പുറത്തുള്ള ഒരാളാണ്. ഈ സമാധാനത്തിന് കെടുത്താനുള്ള ഒരാളാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം നമ്മളെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം വീക്ക് ആവുന്നോ അത്രത്തോളം ദേഷ്യം നമ്മളെ കൈകടത്തിക്കൊണ്ടേയിരിക്കും. ദേഷ്യം നമ്മളിലേക്ക് ചൂസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ എപ്പോഴും ദേഷ്യത്തെ ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട്, ദേഷ്യം എന്നുള്ളത് എന്താണ്? നമുക്ക് എപ്പോഴാണ് ദേഷ്യം തോന്നുന്നത്? വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിനെ നമുക്ക് ഒരു നിസ്സഹായാവസ്ഥ വരുമ്പോൾ, ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു നിസ്സഹായാവസ്ഥ വരികയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, കാലിന്റെ അടിയിലുള്ള മണ്ണ് വരെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നോ അറിയാതെ വരുന്നൊരു നിസ്സഹായാവസ്ഥ ഉണ്ട്. ആ സമയത്ത് പല ഇമോഷൻസ് ആയിരിക്കും നമുക്ക് വരിക. പല ഇമോഷൻസ്, ഭയങ്കര സങ്കടം വരും. അപ്പൊ ആ സങ്കടം വന്നു കഴിഞ്ഞാൽ, ആ സങ്കടം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ സങ്കടം വല്ല ദേഷ്യമായിട്ട് കൺവേർട്ടായി തുടങ്ങും. ആ സങ്കടം ദേഷ്യമായിട്ട് മാറും. ആ ദേഷ്യമായിട്ട് മാറുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാറുണ്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് മാറും. അപ്പോ അവിടെ ക്ഷമ എന്ന് പറയുന്നിടത്ത് ഈ ദേഷ്യത്തിലോട്ട് നമ്മൾ ഈ വിഷയം കൊണ്ടുവരുന്ന സമയത്ത് ദേഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പറയാനുള്ളത്, ഒരാൾക്ക് ധൈര്യമില്ലെങ്കിൽ, കോൺഫിഡന്റ് അല്ലെങ്കിൽ, ആ കോൺഫിഡൻസ് ഇല്ല എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി, അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അയാളുടെ ഒരു കവചമാണ് ദേഷ്യം എന്ന് പറയുന്നത്. കാരണം ദേഷ്യത്തെ പലപ്പോഴും നമ്മൾ ധൈര്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ദേഷ്യത്തെ പലപ്പോഴും ധൈര്യമായിട്ട് സിനിമകളും കഥകളും എല്ലാത്തിലും ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു ആണത്തമാണ്, ദേഷ്യം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ടാലന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അതിനെ ചിത്രീകരിക്കുന്നതായിട്ട് പലപ്പോഴും കാണാം. അപ്പൊ ദേഷ്യം, ഫയർ എന്ന് പറയുന്നതിനെ, അതിനെ ഫയർ ആക്കി കഴിഞ്ഞാൽ, തീയാക്കി കഴിഞ്ഞാൽ, അത് നമ്മളെ തന്നെ വിഴുങ്ങാൻ രീതിയിലേക്കും അത് പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ആ തീനെ, ആ ഒരു ഫയറിനെ, ആ എലമെന്റിനെ നമുക്ക് വെളിച്ചമാക്കി മാറ്റാൻ പറ്റും. ആ വെളിച്ചമാണ് സമാധാനം, സന്തോഷം, ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ഒരേ വിഷയത്തിലെ ആ ഒരു എലമെന്റിൽ നിന്ന് തന്നെ രണ്ട് വ്യത്യസ്തമായ സെഗ്മെന്റിലേക്ക് നമുക്ക് ഈ വിഷയത്തെ എടുക്കാൻ പറ്റും. അതാണ് ദേഷ്യം എന്ന് പറയുന്നത്. അത് നമ്മളെ വിഴുങ്ങുന്ന ഒരു സാധനമാണെങ്കിൽ, വെളിച്ചം എന്നുള്ളത് നമുക്ക് മറ്റൊരാളിലേക്ക് നമുക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ തക്ക, നമ്മളിൽ തന്നെ വെളിച്ചമായിട്ട് പ്രകാശിപ്പിക്കാൻ തക്ക രീതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്നിൽ ഒരു വെളിച്ചം ഉണ്ടാകുന്ന എനിക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാൻ പറ്റും. ക്ഷമ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് മറ്റുള്ള ഒരാളിലേക്ക് അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും അയാളുടെ ലൈഫിൽ ഭയങ്കര സന്തോഷം കൊണ്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. എന്നാൽ ആ തീയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ആദ്യം എന്നെ വീഴും, ആ ദേഷ്യം എന്നെ വിടും. അപ്പോ ക്ഷമ എന്ന് പറയുന്നിടത്ത് നമുക്ക് സമാധാനം, സ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ തേടണം. കാരണം നമ്മൾ ഉള്ളിലാണ് കിടക്കുന്നത്. സോ അതിനെ നമ്മൾ മാക്സിമം ഫ്ലറിഷ് ചെയ്യാൻ, നർച്ചർ ചെയ്യാനും നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴാണോ ഈ ദേഷ്യം നമ്മളെ ചൂസ് ചെയ്യുന്നത്, അതിലൂടെ തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര സെൻസിറ്റീവായി തുടങ്ങും. നമ്മൾ ഭയങ്കര വെപ്രാളപ്പെട്ട് തുടങ്ങും. ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് തീർക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു വിഷയത്തിലും കൃത്യമായിട്ട് പ്ലാനിങ് കൊടുക്കാനോ, ഒരു വിഷയത്തിലും കൃത്യമായ കാര്യങ്ങൾ കാണാനോ, വിശകലനം ചെയ്യാനോ നമുക്ക് പറ്റാണ്ടായി തുടങ്ങും. അപ്പോ ഇവിടെ ശരിക്ക് നമ്മുടെയൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാല് ചില അവസ്ഥകളെ പറ്റി പറയും അല്ലെ. നമുക്ക് ഓരോ ആളുകൾ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ 2-3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഭയങ്കരമായ ദേഷ്യമുള്ള ഒരാൾ. അപ്പൊ ഈ ദേഷ്യം ഉള്ള ഒരാളാണെങ്കിൽ ആ ദേഷ്യത്തിനെ നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ദേഷ്യം എന്ന് പറയുന്ന ഒരാൾക്ക്, ഇപ്പൊ നല്ലൊരു ദേഷ്യമുള്ള ഒരാൾ, നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന്, ആ ഫ്രണ്ട്സിൽ ഒരാൾക്ക് നല്ല ദേഷ്യമുണ്ട്, നല്ല ദേഷ്യമുള്ള ഒരാളാണ്, അയാളുടെ സ്വഭാവം ഭയങ്കര, ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യമാണെങ്കിൽ പലപ്പോഴും നമ്മൾ അയാളുടെ മൂഡൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടില് ഫാദർ ഉണ്ടെങ്കിൽ ഫാദർ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. അപ്പൊ ആ ദേഷ്യമുള്ള ഒരാളെ നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ സമാധാനമായിട്ട്, അയാൾ എപ്പോഴാണ് നല്ല മൂഡിലിരിക്കുന്നത് ആ സമയത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം വേറൊരു സമയത്തും അയാളോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഒരാളുടെ അവസ്ഥ മറ്റു അതിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥകൾ ഇല്ലാണ്ടാക്കും.
ഇപ്പൊ ഒരു ഫാമിലിയിൽ ഫാദർ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണോ, അയാൾ നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, സംസാരിക്കാനും ഇരിക്കാനും ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ആ ആളുടെ ദേഷ്യത്തെ, ആ ആളുടെ അവസ്ഥയെ, ആ ഒരു മൂഡ് തെറ്റിക്കഴിഞ്ഞാൽ അത് അയാളെ മാത്രമല്ല ആ കുടുംബത്തെ മൊത്തം വിഴുങ്ങുന്ന തരത്തിൽ ഒരു തീയായിട്ട് മാറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോ ഈ അവസ്ഥകളെ പറ്റി പറയുന്ന സമയത്ത് ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നമുക്ക് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. കാരണം ആ സ്റ്റോറി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു കാട്ടില് ഒരു സന്യാസി ഒരു ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ നേരമായിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു നാട്ടില് രാജാവിന്റെ പട്ടാളക്കാരനായ ഒരാള് ആ കാട്ടിലെ ഒരു വെറുതെ ഒരു പെട്രോളിങ് പോലെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ആൾ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു സന്യാസി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഇയാള് അടുത്തോട്ട് പോയിട്ട് ഇയാളെ കയ്യിലുള്ള ഒരു വാള് വെച്ചിട്ട് മെല്ലെ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ഈ ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് സന്യാസി പറഞ്ഞു, ഞാൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറെ കാര്യങ്ങൾ എനിക്ക് ആവശ്യങ്ങളുണ്ട്, ഞാൻ അതിൽ വ്യാപൃതനായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് ഒരുപാട് നേരം സംസാരിച്ചു. അപ്പൊ ഇയാൾക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് ഈ പട്ടാളക്കാരൻ മനസ്സിലായി. അപ്പൊ പട്ടാളക്കാരൻ ചോദിച്ചു, ശരിക്കും എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, എനിക്ക് അതിന് ഉത്തരം തരുമെന്ന് ചോദിച്ചു. അപ്പോ എന്താണ് ചോദ്യം എന്താ ചോദിച്ചു. യഥാർത്ഥത്തിൽ ഈ സ്വർഗവും നരകവും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, സ്വർഗവും നരകവും അത് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് കൃത്യമായിട്ടൊന്നും എനിക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പട്ടാളക്കാരൻ ഭയങ്കര അത്ഭുതത്തിൽ, നിങ്ങൾ ഒരുപാട് അറിവുള്ള ആളല്ലേ, അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമല്ലോ സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കൊന്ന് അനുഭവിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് ചില വിഷയങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവുക. പ്രത്യേകിച്ച് നമ്മുടെ അൺസീൻ വേൾഡ്, നമ്മളിൽ കാണാത്ത ഒരു വേൾഡിനെ പറ്റി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, കാണാത്ത ഒരു ലോകത്തെ പറ്റി നമ്മൾ അറിവുകൾ ശേഖരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തിയററ്റിക്കൽ ആയിട്ടല്ല വേണ്ടത്, എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് വേണ്ടത്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഇയാളോട് എന്ത് ചെയ്യും, വെറുതെ ഈ സന്യാസി എന്ത് കാണിക്കും, കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് പറയാൻ എനിക്ക് സൗകര്യമില്ല, നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചോ, ഞാനിവിടെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് വന്ന് എന്നെ ശല്യപ്പെടുത്തി, എന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോയി, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പട്ടാളക്കാരനോട് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ടു. പട്ടാളക്കാരൻ ഒരു ഈഗോ ഹേർട്ടായിട്ട് പെട്ടെന്ന് ഈ വാളുകൊണ്ട് ഇയാൾ വന്ന് ദേഷ്യം പിടിക്കാൻ വരുന്ന രീതിയിലേക്ക് വെട്ടുന്ന രീതിയിലേക്ക് കൈ വന്നു. അപ്പൊ പെട്ടെന്ന് സന്യാസി പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോ നിങ്ങൾക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നരകം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇയാൾ പെട്ടെന്ന് കൂളായി വാള് താഴെയിട്ട് സമാധാനമായിട്ട് ഇത് കേൾക്കാൻ തുടങ്ങി. അപ്പൊ വീണ്ടും സന്യാസി പറഞ്ഞു, ഇപ്പോ നിങ്ങൾക്കുണ്ടായ ഈ ഒരു ഫീലാണ്, ഈ അനുഭവമാണ് സ്വർഗം എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു സ്വർഗവും നരകവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഒരു സ്വർഗത്തെ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, നമ്മളിൽ ഉള്ളിലെ സ്വർഗത്തെ നമ്മൾ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ നരകത്തെ നമ്മൾ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്. ഒരു വിഷയത്തെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും എത്രത്തോളം വെപ്രാളം പിടിച്ച് എത്രത്തോളം നെഗറ്റീവായിട്ട് അതിന് ഓടി നടക്കുന്നുണ്ടെങ്കിൽ ആ ലൈഫ്, ആ ഒരു മൊമെന്റിനെ നമുക്ക് കൃത്യമായി ആക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അതിനെ അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കരമായ ദേഷ്യവും ഫ്രസ്ട്രേഷനും സ്ട്രെസ്സുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ നരകമാണുള്ളത്. നേരെ മറിച്ച് ആ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഓരോ നിമിഷത്തെയും മനസ്സിലാക്കി നാളത്തെ ഒരു ദിവസത്തിൽ ഗ്രോത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു സക്സസിലേക്ക് നമ്മൾ എത്തുന്ന ഓരോ ദൂരവും നമ്മൾ ഭയങ്കര സന്തോഷം തരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വർഗമുണ്ട്. അപ്പൊ ഇതാണ് ആ സന്യാസി ഉദ്ദേശിച്ച ഒരു കാര്യം. ഇതൊരു സ്റ്റോറി ആയിട്ട് പറയുന്ന ഒരു കാര്യം. അപ്പൊ നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സ്വർഗവും നരകവും ഒക്കെ ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം ഒരു സ്വർഗമുള്ള മനസ്സോടുകൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഇതാണ് ഒരു പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള വേറൊരു ഡയമെൻഷനിലുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസും അതിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസും ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നമ്മളുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ലൈഫിൽ നമുക്ക് കൃത്യമായ ഒരു ഗോള് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്തുന്നത് വരെ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ച് മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് അതാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അത്തരം പേഷ്യൻസ് ആണ് നമുക്ക് സമാധാനവും സ്വസ്ഥയും നമുക്ക് ലൈഫിൽ സക്സസും നമുക്ക് നേടിത്തരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ പറയാനുള്ള ടോപ്പിക്.
ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടോപ്പിക്കുമായി എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ. യൂനസ് ജി, യെസ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ പരിചയപ്പെടുത്തിയാണ്. ഡോക്ടറാണ് ഞാൻ, അമേരിക്കയിലാണ്. ഒരു സംശയം, യൂനസ് ജി, നിങ്ങൾ അലോപ്പതിയാണോ ഹോമിയോപ്പതിയാണോ യുനാനിയാണോ ഏതാണ്? ഞാൻ യുനാനിയാണ്. ഓക്കെ. ഞാൻ അതിന് വലിയ റിലവൻസ് ഇല്ല. ജസ്റ്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അപാരമാണ്. ഇന്ന് ഞാൻ കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ മറ്റേ പ്രധാനമന്ത്രിയുടെ ഇതുണ്ടായിരുന്നു, നാഷണൽ അഡ്രസ് ചെയ്യുന്ന. അപ്പം അത് കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് കയറുന്നത്. കേട്ടിടത്തോളം നിങ്ങൾ വന്നിട്ട് ആ ദേഷ്യത്തിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ്സ്, അത് അബ്സല്യൂട്ട്ലി ട്രൂ. ഞാൻ എൻ്റെ വെബിനാറിലും ഒരിക്കലും ആങ്കറിനെ കുറിച്ച് തന്നെ വെബിനാറൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ മെയിൽ പറഞ്ഞിട്ടുള്ള ഞാൻ ആദ്യം കാണിച്ചത് കൊട്ടേഷൻ നമ്മുടെ ഉള്ളൂർ മഹാകവി ഉള്ളൂരിൻ്റെ ഒരു ഇതുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള ഒരെണ്ണം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, നരകവും എന്ന് പറഞ്ഞാൽ ഹെൽ. ഇത് രണ്ടും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ ആങ്കർ ഇസ് നത്തിങ് ബട്ട്, പിന്നെ ഒരു ഇംഗ്ലീഷിലെ ഒരു ഇതാണ്, ഒരു സേയിങ് ആണ്, ആങ്കർ ഇസ് നത്തിങ് ബട്ട് എ ടെമ്പററി മാഡ്നെസ്. ആ ഒരു മാഡായിട്ടിരിക്കുന്ന ഒരാൾക്ക് വിവേകപൂർവ്വം ചിന്തിക്കാൻ പറ്റത്തില്ല. when that person is mad, ആങ്കർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണ് ഈ നമ്മുടെ കോടതികളിൽ വക്കീലന്മാർ ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ വിറ്റ്നസിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ആ ദേഷ്യം വന്നു കഴിഞ്ഞാല് പിന്നെ പറയുന്നതെല്ലാം തെറ്റും. അപ്പോഴത്തേക്കും ജഡ്ജിക്ക് തന്നെ ആ വിറ്റ്നസിനെ കുറിച്ച്, സാക്ഷിയെ കുറിച്ചുള്ള ഇംപ്രഷൻ നെഗറ്റീവ് ആവും. അപ്പൊ എനിക്ക് ഇത് അറിഞ്ഞൂടാത്ത കാരണം ഒരു 45 വർഷത്തിന് മുമ്പ് എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചൂടായിട്ടൊരു പറഞ്ഞു. ആൻഡ് ദാറ്റ് വൺ ഹേർട്ട് മീ. പിന്നെ പഠിച്ചു. അതിനുശേഷം പിന്നെ പ്രകോപിപ്പിക്കാനായിട്ട് പലപ്പോഴും ട്രൈ ചെയ്യുമ്പോഴും ഞാൻ വളരെ ഇതായിട്ട് ആ സമയത്ത് ഈ നമ്മുടെ പഴയ കാലത്തെ, അധികം സമയം എടുക്കുന്നില്ല, ഞാൻ 1 മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ. പഴയ കാലത്തെ ഈ മൂപ്പിലാന്മാരൊക്കെ വെറ്റില ചെല്ലം കൈ കാണും, വെറ്റില മുറുക്കാനായിട്ട്. ചൊറിയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ, അപ്പോഴത്തേക്കും നേരെ പതുക്കെ വെറ്റില ചെറ്റം ഇറക്കി ആ വെറ്റില എടുത്ത് സമയം എടുക്കുകയാണ്. എന്തറിയാം, ആ തണുക്കാൻ വേണ്ടിയിട്ട്, ചൂട് മാറാൻ വേണ്ടിയിട്ട് അതിനെടുത്ത് ആ വെറ്റിലയിൽ ചുണ്ണാമ്പൊക്കെ പതുക്കെ തടവി ആദ്യം ഇതൊക്കെ ആക്കി ഒരു 2-3 മിനിറ്റ് എടുത്ത് എന്നിട്ടായിരിക്കും മറുപടി പറയുന്നത്. അത് ഈ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനാണ്. എനിവേ, താങ്ക്സ്, ദിസ് എ വെരി ഗുഡ് ടോക്ക്. ഓക്കെ, ദേഷ്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ പ്രത്യേകിച്ചും എല്ലാവരും പൊട്ടിത്തെറിക്കുന്നതാണ് കേരളത്തിൽ കാണുന്നത്. ഈ ചാനൽ ചർച്ചയിൽ വല്ലപ്പോഴും ഞാൻ അധികം റെഗുലറായിട്ട് കേൾക്കത്തില്ല. എന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുന്നതും ഇത് ബഹളമല്ലാതെ ഒന്നും ഡിസ്കഷനേ നടക്കാറില്ല. അവിടെ മുഴുവനും ചീറ്റലും പൊട്ടലുമാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും സംസാരിക്കാൻ ആർക്കെങ്കിലും? യുനസ് ജി, നിങ്ങൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ദിവസം നിങ്ങളുടെ ടിപ്പിക്കൽ ഡേ എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം കൊണ്ടാണ്, ക്യൂരിയോസിറ്റി. രാവിലെ എത്ര മണിക്ക് എണീക്കും, എന്നിട്ട് എത്ര നേരം അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് സെഷൻസ് എത്ര നേരം? രാവിലെ നേരത്തെ ഒരു 5:30 ഒക്കെ എണീക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 10 മണിക്കാണ്. വൈകിട്ട് 8 മണി വരെ ക്ലിനിക്ക് ഉണ്ടാവും. ഈ ക്ലിനിക്കിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ യുനാനി കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള സമയത്താണ് കൂടുതൽ കൗൺസിലിംഗ് സെഷൻസ് എടുക്കാറുള്ളത്. ഉച്ചയ്ക്ക് ഒരു 1 മണി മുതൽ 4 മണി വരെ കൗൺസിലിംഗ് സെഷൻസ് ആണ് എടുക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും കൺസൾട്ടേഷൻസ് ഉണ്ടാകും. പിന്നെ വൈകിട്ട് 8 മണിക്ക് ശേഷം ഒരു 11 മണി വരെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ രാവിലെ 10 മുതൽ 8 വരെ റഫ്ലി എത്ര രോഗികളാണ് വരുന്നത്? ക്ലിനിക്കിൽ നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 15 പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് കാരണം നമ്മളൊരു പേഷ്യൻസിനും ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിലൊരു കൺസൾട്ടേഷൻ അല്ല.
ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ഓരോ ഡിസീസും നല്ല ടൈം എടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് ഓരോ ആളുകളും അതിന്റെ ഡയറ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നു. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും പ്രോസസ്സ് എല്ലാം ചാർട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കും. പിന്നെ തെറാപ്പികൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് പെയിൻ ആണ് ഞാൻ ചെയ്യുന്നത്. പെയിന്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അപ്പൊ പെയിൻ ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് ഒഴിച്ചില്, അതുപോലെ തന്നെ കപ്പിംഗ് തെറാപ്പികൾ, വെനസെക്ഷൻ പോലെയുള്ള തെറാപ്പികൾ, ഇതെല്ലാം ഇവിടെ തന്നെ, അതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഏകദേശം ആ ടൈം കംപ്ലീറ്റ്ലി നമുക്കൊരു 10 to 15 പേഷ്യൻസ് നോക്കാനുള്ള സമയം കാണും. ഓക്കെ, എത്ര കൊല്ലമായിട്ടാണ് ഇപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് യുനാനി? ഇപ്പൊ എറണാകുളത്ത് ഏകദേശം 3 years ആയി. മൊത്തം ഒരു 8 yearsനടുത്തായി. 8 years ആയിട്ട്. ഇത് എവിടെയാ പഠിച്ചത് യുനാനി? ഏത് കോളേജിലാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ. എത്ര 3 കൊല്ലാണോ 4 കൊല്ലാണോ? രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തുംകൂർ HMS യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട്. 3 കൊല്ലാണോ 4 കൊല്ലാണോ കോഴ്സ്? 5 വർഷം തന്നെ. 5 വർഷമുണ്ട്. ഓ ഓക്കെ. എനിക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ പ്രൊഫഷണൽ ഡിഗ്രി പോലെ തന്നെ MBBS ഒക്കെ പോലെ തന്നെ 5.5 years തന്നെ. നമുക്ക് 4.5 years അക്കാഡമിക് ഇയർ ഉണ്ടാവും, 1 year ഹൗസ് സർജൻസി ഉണ്ടാവും. എത്ര സ്റ്റുഡൻസ് ആണ് അവിടെ അഡ്മിറ്റഡ് ആകുന്നത് ഓരോ തവണയും? അതായത് ഓരോ 60 ബാച്ച് ഉണ്ടാവും. ഒരു ബാച്ചിൽ 60 സ്റ്റുഡൻസ് ഉണ്ടാവും. 60 സ്റ്റുഡൻസ്. അപ്പൊ അന്ന് ഇവിടുത്തെ +2 കഴിഞ്ഞിട്ടാണോ പോയത്? അതെ, ഇവിടുത്തെ +2 കഴിഞ്ഞാ പോയത്. ഓക്കെ. അവിടുത്തെ ഫീസ് എത്ര വരും? വല്ല എൻട്രൻസ് എക്സാം വല്ലതും ഉണ്ടോ അവിടുത്തെ? എൻട്രൻസ് എക്സാംസ് ഉണ്ട്. നമുക്ക് ഓരോ കോളേജിലും ഡിഫറെന്റ് ആണ്. പിന്നെ ഗവൺമെന്റ് കോളേജുകളിൽ പ്രത്യേക നമ്മൾ നോർമൽ നീറ്റ് എക്സാമിൽ തന്നെ ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടും. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇപ്പൊ അതിന്റെ ഫീസ് 15 to 20 lakhs ഒക്കെയാണ് ഇപ്പോഴത്തെ ഫീസ്. എത്ര ടോട്ടൽ? ടോട്ടൽ 15 to 20 lakhs ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഗുഡ് നൈറ്റ്. Good night. Thank you, sir. Good night.